സൗരാഷ്ട്രേ സോമനാഥം ച ശ്രീശൈലേ മല്ലികാർജുനം ഉജ്ജയിന്യാം മഹാകാലം ഓംകാരമമലേശ്വരം. പ്രകൃതിസുന്ദരമായ കുഞ്ഞിമംഗലം ഗ്രാമം വടക്കൻ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഈ ഗ്രാമത്തിന്റെ ദേവനായി വിളങ്ങുന്ന സാക്ഷാൽ തൃപ്പാണിക്കര മഹാദേവന്റെ സന്നിധാനം. ധനുമാസത്തിലെ തിരുവാതിര ദിവസം ഭഗവാന്റെ സന്നിധാനത്തിലെത്തി തൊഴാൻ സാധിച്ചത് ഭാഗ്യം. കിഴക്കോട്ട് ദർശനമായി നിലകൊള്ളുന്ന ഭഗവാന്റെ ഈ ക്ഷേത്രം പഴമയിലും പ്രൗഢിയിലും മുന്നിൽ തന്നെയാണ്. ഭഗവാന്റെ സവിധത്തിലേക്ക് പടികൾ കയറി മുകളിൽ ചെല്ലുമ്പോൾ ദീപസ്തംഭവും കൊടിമരവും കാണാം. പഴമയൊട്ടും മായാതെ നിൽക്കുന്ന വലിയ ബലിക്കല്ല് പ്രാർത്ഥിച്ചു തൊഴുത് നമ്മൾ നാലമ്പലത്തിനുള്ളിൽ കടക്കാം. പ്രദക്ഷിണ വഴിയിലേക്ക് തിരിയുമ്പോൾ കിഴക്ക് തെക്ക് ഭാഗത്തായി പരശുരാമന്റെ ഒരു കോവിൽ കാണാം. അവിടെ തൊഴുത് ശ്രീകോവിലിന് മുന്നിൽ ചെന്നാൽ മണ്ഡപത്തിലിരിക്കുന്ന നന്ദികേശനെ തൊഴുത് ഭഗവാനെ കാണാനുള്ള അനുഗ്രഹവും വാങ്ങി സാക്ഷാൽ തൃപ്പാണിക്കര മഹാദേവനെ വണങ്ങാം. നെയ്യമർന്നും നെയ്വിളക്കും സമർപ്പിച്ച് ആ കാൽക്കൽ മനസ്സർപ്പിക്കാം. ശംഭോ മഹാദേവ. പരല്യാം വൈദ്യനാദം ച ഡാഗിന്യാം ഭീമശങ്കരം സേതുബന്ധേതു രാമേശം നാഗേശം ദാരുകാവനേ. വീണ്ടും പ്രദക്ഷിണ വഴിയെ നീങ്ങുമ്പോൾ ശ്രീകോവിലിന്റെ തന്നെ തെക്കേ നടയിൽ ഗണപതി ഭഗവാൻ ഭക്തർക്ക് അനുഗ്രഹമരുളാനുണ്ട്. അവിടെയും തൊഴുതു പടിഞ്ഞാറേ നടയിൽ വരുമ്പോൾ സാക്ഷാൽ പാർവതീദേവിയുടെ നട. നിറദീപത്തിൽ പാർവതീദേവിയെ സ്മരിച്ചു തൊഴുത് വടക്കേ നടക്കിലെത്തി തൊഴുത് തിരിച്ച് പ്രദക്ഷിണ വഴിയെ നടയിലെത്തി തൊഴുത് വടക്കേ നടയിൽ പോയി തൊഴുത് പ്രസാദവും വാങ്ങി വരുമ്പോൾ പ്രദക്ഷിണം പൂർത്തിയായി. ഇനി പുറത്തു പ്രദക്ഷിണം വയ്ക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ശാസ്താവിന്റെ സ്ഥാനം കാണാം. അവിടെയും തൊഴുത് പടിഞ്ഞാറേ നടയിലെത്തുന്നതിന് മുൻപ് അല്പം അകലെ ബ്രഹ്മരക്ഷസിന്റെ സ്ഥാനമാണ്. വടക്കേ നട ചുറ്റി കിഴക്കുവശം വരുമ്പോൾ പുറത്തെ പ്രദക്ഷിണവും നമുക്ക് പൂർത്തിയാക്കാം. വാരണ്യസ്യാം തു വിശ്വേശം ത്രയംബകം ഗൗതമീതടേ ഹിമാലയേ കേദാരം ഗുശൃന്നേശം ശിവാലയേ.